നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കശ്മീരിലെ ദോഡയിൽ ഇന്നലെ രാത്രി സൈനിക താവളം ആക്രമിച്ചതിന് പിന്നാലെ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. വെടിവെപ്പിൽ 5 സൈനികർക്കും 1 പോലീസ് ഓഫീസർക്കും പരിക്കേറ്റു. കത്വയിൽ തീവ്രവാദികൾ വെടിയുതിർക്കുകയും ഒരു സാധാരണക്കാരന് പരിക്കേൽക്കുകയും റിയാസിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിൽ 9 യാത്രക്കാർ കൊല്ലപ്പെടുകയും ചെയ്തതിനു ശേഷം 3 ദിവസത്തിനിടെ ജമ്മുവിൽ ഇത് 3ാമത്തെ സംഭവമാണ്. ഇന്നലെ രാത്രി കത്വയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി തീവ്രവാദ വിരുദ്ധ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ജമ്മു സോൺ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആനന്ദ് ജെയിൻ പറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്തുള്ള ആക്രമണത്തെ തുടർന്ന് കത്വ ജില്ലയിലെ സെദാ സോഹൽ ഗ്രാമത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഭീകരനെ പിടികൂടാനുള്ള പ്രവർത്തനത്തിൽ പോലീസും സുരക്ഷാ സേനയും ഏർപ്പെട്ടിരിക്കുകയാണ്. ദോഡയിൽ ഭാർദവാദ് പത്താൻകോട്ട് റോഡിൽ 4 രാഷ്ട്രീയ റൈഫിൾസും പോലീസും നടത്തുന്ന സംയുക്ത ചെക്ക് പോസ്റ്റിൽ ചൊവ്വാഴ്ച രാത്രിയാണ് വെടിവെപ്പ് നടന്നത്. കത്വയിൽ ഇന്നലെ വൈകിട്ട് നടന്ന ഭീകരാക്രമണത്തിൽ 2 ഭീകരർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും പോലീസ് അറിയിച്ചു. കത്വയിലെ ഹിരാനഗർ മേഖലയിൽ 2ാമത്തെ ഭീകരന് വേണ്ടി ഇപ്പോൾ സുരക്ഷാ സേന ഡ്രോണുകൾ ഉപയോഗിച്ച് തിരച്ചിൽ തുടരുകയാണ്. നിരവധി വീടുകളിൽ നിന്ന് ഭീകരർ വെള്ളം ചോദിച്ചിരുന്നുവെന്നും ചില ഗ്രാമവാസികൾ അലാറം ഉയർത്തിയപ്പോൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. വെടിവെപ്പിൽ ഒരു സിവിലിയനും പരിക്കേറ്റു. കത്വ ആക്രമണത്തിൽ 3 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ജെയിൻ വ്യക്തമാക്കി. നിരവധി പേർക്ക് പരിക്കേറ്റതായും 3 പേർ മരിച്ചതായും അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ഒരു സിവിലിയന് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ. ബന്ദികളാക്കിയതും മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കിംവദന്തികളാണ്, അദ്ദേഹം പറഞ്ഞു. കഠുവ ആക്രമണത്തെ പുതിയ നുഴഞ്ഞുകയറ്റം എന്ന് വിളിച്ച് അദ്ദേഹം പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ ചൂണ്ടിക്കാട്ടി. അതിനിടെ കത്വ ജില്ലയിൽ പോലീസും CRPF ഉൾപ്പെടെ സുരക്ഷാ സേന സെദാ സോഹൻ ഗ്രാമം വളയുകയും ഒളിച്ചിരിക്കുന്ന ഭീകരനെ കണ്ടെത്താൻ വീടാന്തരം തിരച്ചിൽ നടത്തുകയും ചെയ്തു. കാശ്മീരിലെ കത്വ ജില്ലയിലെ ഹിരാനഗർ തഹസിൽ സെദാ സോഹർ ഗ്രാമത്തിലെ ഒരു വീടിന് നേരെ 3 തോക്കുധാരികളായ ഒരു സംഘം ഗ്രനേഡ് എറിയുകയും വെടിയുതിർക്കുകയും ചെയ്തതിനു ശേഷം ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന വെടിവെപ്പിൽ ഒരു ഭീകരനെ സുരക്ഷാ സേന വധിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.